സാത്രി, ആ പൂവൊന്ന് ഒട്ടിച്ചേ, ഫ്ലവർ വൈസ് കഴിക്കാനാ. സാവിത്രി, മോളെ ഇങ്ങോട്ട് വന്നേ. എന്താ സാത്രി? എനിക്കൊരു പേന വേണം, അമ്മയ്ക്ക് എഴുതാനാ. ആ മേശപ്പുറത്തുണ്ട്, എടുത്തോളൂ. സാത്രി, അതിൽ മഷി ഉണ്ടോ നോക്കിക്കേ. ഉണ്ട്. അയ്യോ, ഇത് പഴയ ഇല്ലെന്നാണല്ലോ. അയ്യോ, ഇതിലെഴുതിയ പോവില്ലേ? അമ്മ തന്നതാ. പോ, എഴുത്തിടുമ്പോഴേ പോസ്റ്റ് ബോക്സിന് വായുണ്ടല്ലോ, അതിൽ പറഞ്ഞാ മതി ഇതെന്റെ അമ്മയുടെ തന്നെ കൊണ്ട് കൊടുക്കണേന്ന്. ആ, അമ്മയ്ക്ക് എഴുതുമ്പോഴേ ഇതുകൂടെ എഴുതിയേക്കണേ. ഇവിടെ സാവിത്രിക്ക് സുഖം തന്നെ, പിന്നെ എനിക്ക് സുഖം തന്നെ. ഇതാമേ, വഴിന്ന് പോസ്റ്റ്മാനെ കണ്ടു. സാവിത്രിയുടെ കത്തുണ്ടെന്ന് പറഞ്ഞു. ഓ, അതിനിപ്പോ എന്താ വേണം? എന്താ വിശേഷം? ദേ കിടക്കണോ വിശേഷം? അവിടെ അവൾക്ക് സുഖം തന്നെ, ഇവിടെ എനിക്ക് സുഖം തന്നെ, അവളുടെ തള്ളയ്ക്കും സുഖം തന്നെ, സുമതിക്കും സുഖം തന്നെ എന്ന് സസ്നേഹം. അവളുടെ അമ്മയുടെ സസ്നേഹം. അവൾക്കറിയാൻ മേലെ ഇവിടുത്തെ സുഖം. ഇന്നലെ ഷാപ്പിൽ കടവ പറഞ്ഞത്. അല്ല, ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക, ഒരു 25 രൂപ ചെറിയൊരു മണിയോടെങ്കിലും കൂടെ അയക്കാൻ മേലേ? ഞാനങ്ങോട്ട് ചെല്ലട്ടെ. സാവിത്രി, ഞാനൊന്നും ഓർത്തില്ല, അതങ്ങനെ സംഭവിച്ചുപോയി. എന്നോട് ക്ഷമിക്കണം. എനിക്ക് സാവിത്രി ഇഷ്ടമാണ്, സ്നേഹമാണ്. എന്റെ സ്നേഹം എനിക്കെങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. സാവിത്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പോട്ടെ, ഇനിയെങ്കിലും അനുഭവം ഈ വീട്ടിൽ സാവിത്രിക്ക് ഉണ്ടാവില്ല. സാവിത്രി, ഇവിടുന്ന് പോകരുത്. എന്നോട് ക്ഷമിക്കില്ലേ? എന്താ മോളെ? ഒന്നുമില്ലമ്മേ. നീ എന്താ ആലോചിച്ചിരിക്കുന്നു? ഒന്നുമില്ലമ്മേ. വീട്ടിലെ കാര്യം ഓർത്തിട്ടാണോ? ഇല്ല. എന്നാ നീ വേഗം കുളിക്കാൻ നോക്ക്. നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? വേഗം വാ. സാവിത്രി, സാവിത്രിക്ക് എന്നോട് വെറുപ്പാണ്. എനിക്ക് സാവിത്രി ഇഷ്ടമാണ്.
ഞാൻ വിചാരിച്ചു സാവിത്രി വാതിൽ തുറക്കില്ലെന്ന്. പേടിക്കണ്ട, എനിക്ക് സാവിത്രി എന്തിഷ്ടമാണെന്നോ. വേണ്ട. സാവിത്രി എന്നും എന്റെ മനസ്സിലുണ്ടാവും. അതിന് ആ ഓർമ്മയ്ക്ക് സാവിത്രി എന്താണെന്ന് എനിക്ക് തരിക? ഞാൻ എന്ത് ചോദിച്ചാലും അത് തരുമെന്ന് എനിക്കറിയാം. ഞങ്ങൾ പാവങ്ങളാണ്, എന്നെ ഉപദ്രവിക്കരുത്. സാവിത്രിക്ക് തെറ്റി. എനിക്ക് മറ്റൊന്നും വേണ്ട. ഇതിലൊന്ന്, ഒരു വള, ഇത് മതി. എന്നും സാവിത്രിയുടെ ഓർമ്മയ്ക്ക്. സാവിത്രി, വാതിൽ ചേർന്നോളൂ. അല്ല, എങ്ങോട്ടാ സാറ്?